നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, എടി ഇനി ഫോൺ വല്ലതും വന്നാണോ? നീ അങ്ങോട്ടൊന്ന് ചെല്ല്. ഈ കുഞ്ഞിനെ ആരാ എങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഇനി വിഷ്ണു വല്ലതും ആണോ? ശാരദാമ്മ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛനൊക്കെ കഴിച്ചു കാണും മോളെ. ഇത്ര നേരമായില്ലേ? അതറിയാൻ എന്താ ഒരു വഴി? എന്തറിയാൻ? അച്ഛൻ കഴിച്ചോന്ന്. എന്നാലും ഒന്ന് വിളിച്ചു പറയണ്ടല്ലേ ഒരു സമാധാനത്തിന്. അത് പോട്ടെ, മോളിത് കഴിക്കേ. എന്നാലേ ശാരദാമ്മയ്ക്ക് സമാധാനവും. കഴിക്കടാ. ശാരദ അമ്മ പറഞ്ഞ പോലെ അച്ഛൻ ചിലപ്പോ ബിസി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. അല്ലാതെ ഇഷ്ടക്കേടുകൊണ്ടൊന്നും അല്ലായിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞാ എത്ര ഇഷ്ടമുള്ള അച്ഛനും ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവൂലേ? ഏയ്, എന്നോട് അങ്ങനെയൊന്നും കാണിക്കില്ല. ഫോൺ എടുക്കാതെ ചിലപ്പം തിരക്കൊണ്ടായിരിക്കും, അല്ലാതെ ഇഷ്ടക്കേടുകൊണ്ടൊന്നും അല്ല. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്കിപ്പൊ സത്യം മോള് ഭക്ഷണം കഴിക്കണം, അത്രേ ഉള്ളൂ. കഴിച്ചേ. ഞാൻ കഴിച്ചോളാന്നേ. ശാരദാമ്മ അവിടെ വെച്ചേ. എന്റെ കൃഷ്ണ, ഈ കുരുന്നിന്റെ മനസ്സ് നീ ഇത് എങ്ങോട്ടൊക്കെയായി കൊണ്ടുപോകുന്നത്? ഇതിനെന്തിനാ ഇങ്ങനെ ആശ കൊടുക്കുന്നത്? ഈ വിളിക്കുന്നത് ആരാണെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരതയാ. ഒരാൾക്കും പൊറുക്കാനാവാത്ത തെറ്റ്. എന്താ ഭക്ഷണം മുന്നിൽ വെച്ചിട്ടിരിക്കുന്നേ? കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അതൊന്നുമല്ല, അച്ഛൻ വിളിച്ചില്ല, അതിന്റെ സങ്കടമാ. ഞാൻ പറഞ്ഞു അച്ഛൻ ബിസി ആയിരിക്കുമെന്ന്. എന്താ അമ്മ ഇതൊക്കെ? അവള് കുട്ടിയാണെന്ന് വിചാരിക്കാം, അമ്മയെ അതിനൊപ്പം. എടി, എന്തെങ്കിലും 4 പറ്റ ഉള്ളി ചെല്ലണ്ടേ? മോളെ, അച്ഛൻ എപ്പോഴൊക്കെയാ വിളിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. പക്ഷെ അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ സ്ഥിരമായ ആരോ സത്യയെ വിളിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഇനി വിളിക്കുമ്പോഴേ അമ്മയ്ക്കൊന്ന് തരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയ്ക്ക് അച്ഛനെ നേരിട്ട് വിളിക്കാൻ പാടില്ലേ? മോളുടെ അച്ഛൻ ബിസിയല്ലേ, പിന്നെ എങ്ങനെ കിട്ടാന്? ശാരദാമ്മ എടുത്തു തരാം. കഴിക്ക്, ദാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ശാരദാമ്മ തന്നെ, ഞാൻ ഇത് റൂമിൽ കൊണ്ടേ കഴിച്ചോളാം. കഴിക്കണം. കളയോ? മുഴുവൻ കഴിക്കണം കേട്ടോ. കഴിക്കാം. കളയരുത്. ഇല്ല. സത്യ ഫോൺ വിളിക്കുന്ന ആളെ ഉടനെ കണ്ടുപിടിക്കണം. വേണം മോളെ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. മോളെ, ഇനി വിഷ്ണു എങ്ങാനും ആണോ? ഹേയ്, അതിനൊന്നും സാധ്യതയില്ല. വിളിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. എന്റെ പേടി അതൊന്നുമല്ല. ഈ വാടക വീട്ടിൽ ഒന്നിച്ച് താമസിക്കണമെന്നൊക്കെ പറയുമ്പോഴേ സത്യമുള്ളോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? മാത്രമല്ല, വിഷ്ണു ഈ കാര്യം വീട്ടിൽ പറയുമ്പോ എന്തായിരിക്കും സത്യാമ്മയുടെ പ്രതികരണം? അവര് പറഞ്ഞു തൊള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാ. അതിപ്പോ ഞങ്ങളെ സംബന്ധിച്ചുള്ള എന്ത് കാര്യം കേട്ടാലും ഉറഞ്ഞു തൊള്ളുമല്ലോ. ഇതങ്ങനെയല്ല. അവനെ എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവാന്നാ പറയാൻ പോകുന്നത്. അതവർക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവില്ല. വരുന്നൊക്കെ വരുന്ന പോലെ വരട്ടെ അമ്മ, അനുഭവിക്കുക തന്നെ. അമ്മേ, എടി, ഇനി ഫോണ് വല്ലതും വന്നാണോ? നീ അങ്ങോട്ടൊന്ന് ചെല്ല്. ദേവി, നീ തന്നെ കാത്തോളേ.
ഞാനിവിടുന്ന് താമസം മാറാണെന്ന് പറഞ്ഞൊരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവും. എങ്ങനെ ഇതൊന്ന് അവതരിപ്പിക്കുക? ശാലിനിയും കൂട്ടി മാറി താമസിക്കുകയാണെന്ന് ഒരു കാരണവശാലും ഇവിടെ പറയാൻ പറ്റില്ല. ഒരു ജോലിക്കായിട്ട് പോവാന്ന് പറഞ്ഞ സംഗതി ഒക്കെ ആയിരുന്നു. പക്ഷെ ഹോട്ടലിന്റെ കാര്യത്തിൽ പോലും ഇതുവരെ ഒന്നും ശ്രദ്ധിക്കാത്തോണ്ട് ഇപ്പൊ ജോലിക്ക് പോകുന്നതിന്റെ കാരണം എന്താന്ന് ശക്തമായിട്ടുള്ള രീതിയിൽ ചോദ്യം വരും. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. എന്താ ഇപ്പൊ ഒരു വഴി? അല്ല, ആ കമലിനെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടിയൊക്കെ ആവും ബെസ്റ്റാ. മാറി താമസിക്കാത്ത ടൈം നല്ല ബെസ്റ്റ് ടൈമാന്ന് തോന്നണേ. ഒരു സഹായം ചോദിക്കാന്ന് വെച്ചാൽ ആരുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെ ഈ വിവരം ഒന്ന് ഇവിടെ അവതരിപ്പിക്കുക? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാലും ചിലപ്പോൾ ഒന്നും ഏൽക്കണമെന്നില്ല. അല്ല, പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞാലോ? അതിനായിട്ട് കുറച്ച് നാൾ മാറി നിൽക്കണമെന്നും പറയാം. ശാലിനിയായിട്ട് താമസം മാറിക്കഴിഞ്ഞിട്ട് പിന്നെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ. എന്തായാലും ഒരു കുഴപ്പവും വരാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണം. എന്ത് പരിപാടി? എന്തോ മാമ നീ കാണിക്കുന്നേ? ഏതെങ്കിലും ഒന്ന് നോക്കിയേ. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന എന്തോ കാണുന്നേ? എന്തെങ്കിലും ഒന്ന് മനസ്സമാനത്തോടെ കാണാന്ന് വെച്ചാ അപ്പൊ വരും. എന്നിട്ട് ഈ തോക്കെടുത്തുള്ള വെടിവെപ്പാ. ഒരല്പം മനസ്സമാനത്തിന് വേണ്ടിയാ ഇവിടെ വന്നിരിക്കുന്നത്. അതിനും സമ്മതിക്കില്ല വെച്ചാ വലിയ കഷ്ടമാണ്. എന്റെ രാഘവേട്ട, മനസ്സിന് സമാധാനം തരുന്ന പരിപാടി എന്ന് പറയുമ്പോ രാഘവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? എല്ലാ സ്ഥലത്തും കൊള്ളയും കൊലപാതകവും മാത്രമാ. ഇനി പിന്നെ വാർത്തയൊന്നും വെക്കാന്ന് കരുതിയാലോ? നാട്ടിൽ നടക്കുന്ന കാര്യം കേട്ടാ പിന്നെ ഉള്ള ഉറക്കവും പോവും. ആളൊക്കെ മതിയല്ലോ. പത്രം എടുത്ത് നോക്കിയാലും കാണുന്ന വെട്ടുമുത്തും തന്നെ. നാട് നശിച്ചു. നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല രാഘവേട്ടൻ, ഞാൻ ചിന്തിക്കായിരുന്നേ, നമ്മുടെ ഈ ഫോൺ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെയാ ജീവിച്ചിരുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.